എടാ KSRTC കേസിന്റെ എപ്പോഴും വരാനൊരു പാവൂല്ലേ, പേരെന്താ? സെബാസ്റ്റ്യൻ. ആ കറക്റ്റ് ആണ്. അല്ല ആളോടാ അഗസ്റ്റിൻ. എന്താടാ നമ്മുടെ സമരം 58 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ യാതൊരു നീക്കവും കാണുന്നില്ല. അതാണ് സങ്കടകരമായ ഒരവസ്ഥ. നമ്മുടെ സഹോദരങ്ങളായ 12 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നമ്മുടെ പെൻഷന്റെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കണം. നമ്മുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഒരായുഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച് ചോര നീരാക്കി പാടുപെട്ടവരാണ്. മരുന്നിനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും വേണ്ടി മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നമ്മുടെ ഈ പോരാട്ടം ചേട്ടാ ഞാൻ കുറെ വിളിച്ചായിരുന്നു. ചേട്ടൻ ഓഫീസിൽ കുറെ വന്നായിരുന്നല്ലേ. ഞാനൊരു കേസിന്റെ കാര്യത്തിൽ തിരക്കിൽ ഓട്ടത്തിലായി പോയി. നമ്മുടെ കേസിനെ ഇപ്പോഴാണെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാ. ചേട്ടാ ചേട്ടാ എന്തു പറ്റി? എനീറ്റ് ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ചേട്ടാ ചേട്ടാ അയ്യോ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ചേട്ടാ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ആരൊന്ന് ആംബുലൻസ് വിളിക്കൂ. എന്നാ പറ്റിയേട്ടാ? അറിയില്ല. ആരാ? ഹോസ്പിറ്റലിൽ കൊണ്ടു. എല്ലാരും ആശുപത്രി കൊണ്ടുവന്നു. നിങ്ങൾ എല്ലാരും കൂടി വണ്ടിയിലോട്ട് കയറല്ലേ? പുള്ളിക്ക് കാൽസിലില്ല. ചേട്ടാ എന്നാ? സൂയിസൈഡ് ആണെന്ന് ഉറപ്പുണ്ടോ? സൂയിസൈഡ് ചെയ്താ? എബി, കഴിഞ്ഞത് കഴിഞ്ഞു. അത് വിട്ടുകള. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കബി. ഈ കേസ് ടേക്കപ്പ് ചെയ്തു എബിക്ക്? പറ്റും. അതിനാ ഫാമിലി വില്ലിങ് ആവണം.